വണക്കം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും വലിയ രീതിയിൽ അശാന്തമായി കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് അശാന്തമായി, മ്യാൻമർ അശാന്തമാകാൻ പോകുന്നു, ഭൂട്ടാൻ അശാന്തമായി. ഇവർക്കിടയിൽ കിടക്കുന്ന നമ്മളുടെ നോർത്ത് ഈസ്റ്റ്, ആ നോർത്ത് ഈസ്റ്റിനെ അശാന്തമാക്കണമെങ്കിൽ മണിപ്പൂർ വഴി അതിനകത്തോട്ടൊരു എൻട്രി കിട്ടണം എന്ന് കൃത്യമായിട്ട് അത് അശാന്തമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഒരു മിസൈൽ ആക്രമണം നടന്നു. മിസൈൽ ആക്രമണം നടന്നത് മണിപ്പൂരിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോറിയങ് സിംഗ് എന്ന് പറയുന്ന അവിടെയുള്ള മുഖ്യമന്ത്രിയുടെ വസതിയിലോട്ടായിരുന്നു. അങ്ങനെ മിസൈൽ ആക്രമണം മണിപ്പൂരിലേക്ക് നടന്നതും പിന്നീട് നമ്മുടെ സൈന്യം വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ്. മണിപ്പൂർ കയറി സൈന്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, മണിപ്പൂർ കയറി സൈന്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ഇവിടെയുള്ള പ്രധാന വേട്ടാവളിയന്മാരുടെ എല്ലാം വലിയൊരു ചോദ്യം എന്ന് പറയുന്നു. ചെയ്തടാ. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ സൈന്യം കയറി പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ചേർന്ന് 2-3 സ്ഥലത്ത് ഭീകരന്മാർക്ക് നല്ല വേശ അടി കൊടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഭീകരന്മാരുടെ ബങ്കറുകൾ അവർ തകർത്തു. വലിയ രീതിയിൽ പോലീസ് അങ്ങോട്ട് ആക്രമണം സൈന്യത്തിന്റെ സഹായത്തോടു കൂടി നടത്തി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്നാഥ് സിംഗ്, അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു വലിയ രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? രാജ്നാഥ് സിംഗ് പറയുന്നത് നമ്മുടെ സൈന്യത്തിനോട് സജ്ജരായിരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നമ്മുടെ സൈന്യം സജ്ജരായിരിക്കേണ്ടത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നു ജമ്മു കശ്മീർ ആണെന്ന്, ചില ആൾക്കാർ പറയുന്നു ബംഗ്ലാദേശ് ആണെന്ന്, ചില ആൾക്കാർ പറയുന്നു മണിപ്പൂരാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ സൈന്യത്തിനോട് സജ്ജമായിരിക്കൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അഗ്നി-4 എന്ന് പറയുന്ന ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാന്റെ മുഴുവൻ റേഞ്ചും ഈ അഗ്നി-4 പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മിസൈല് ഇവിടെ നിന്ന് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഏത് മുക്കിലും മൂലയിലും ഈ മിസൈൽ പോയി കവറാവും എന്നുള്ളതാണ്. ബംഗ്ലാദേശിന്റെ സകല സ്ഥലത്തും ഈ മിസൈൽ പോയി കവറാവും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ മിസൈൽ കൊണ്ട് അടിച്ചിടാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പോരാത്തതിന് വേറെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇത് കവറാവും. എന്തിനു പറയുന്നു? ചൈനയുടെ ഏകദേശം 1/4 ഭാഗവും ഈ മിസൈൽ കവറാവും എന്നാണ് നമ്മുടെ സൈന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ വെച്ച് നമ്മൾ പരീക്ഷിച്ചത് എന്നറിയാമോ? അത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒരു താക്കീതാണ്. കണ്ടോ, നമ്മുടെ കയ്യിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സുമ്മാ വെറുപ്പേത്താതെ എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ ആർമി പല രാജ്യങ്ങൾക്കും കൊടുത്തത്. നമ്മുടെ കയ്യിലും ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ മെസ്സേജ് പരീക്ഷിച്ച ശേഷം ലോക രാജ്യങ്ങളെല്ലാം ഞെട്ടി എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യ അങ്ങനെ ചെയ്യാറില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അങ്ങനെയുള്ളൊരു രാജ്യം ഒരു മിസൈൽ പരീക്ഷണം അതും ഈ ഒരു സാഹചര്യത്തിൽ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് രാജ്നാഥ് സിംഗ് പറയുന്നു മുഴുവൻ സൈനികരും കൃത്യമായിട്ട് സജ്ജരായിട്ടിരിക്കുക, ഒരു യുദ്ധ സന്നാഹത്തിന് റെഡി ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ലോക രാജ്യങ്ങളെല്ലാം അത് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുത്തു പറഞ്ഞു തരാം. അതായത് നമ്മുടെ രാജ്യം ഒരിക്കലും യുദ്ധത്തിന് പോകില്ല എന്നുള്ളത്. പാക് അധീന കശ്മീർ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കിപ്പുറത്ത് കിടപ്പുണ്ട്. അത് പിടിക്കാനുള്ളൊരു നീക്കമാണ് എന്ന് പല സാമ്പത്തിക വിദഗ്ധരും പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് വേറെ പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നെക്ക് നമ്മൾ വൈഡൻ ചെയ്യാൻ പോവുകയാണ് എന്നാണ് വേറെ പല ആൾക്കാരും പറയുന്നത്. നമ്മുടെ ചിക്കൻ നെക്ക് നമ്മൾ എന്ന് വൈഡൻ ചെയ്യുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ശാന്തമാവുകയുള്ളൂ എന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ നെക്കാണ്. സിലിഗുരി കോറിഡോർ ആണ്. ഈ കോറിഡോർ നമ്മൾ വലുതാക്കണം. ഈ കോറിഡോർ നമ്മൾ വലുതാക്കണമെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നും കുറെ സ്ഥലം ഇങ്ങോട്ട് പിടിച്ചെടുക്കണം. ബംഗ്ലാദേശിൽ നിന്നും കുറെ സ്ഥലം ഇങ്ങോട്ട് പിടിച്ചെടുത്താൽ മാത്രമേ ചിക്കൻ നെക്ക് വൈഡൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നമ്മൾ ചിക്കൻ നെക്ക് വൈഡൻ ചെയ്യാനുള്ള തീരുമാനം നേരത്തെ എടുത്തതാണ്. നമ്മൾ ആ തീരുമാനം എടുത്തതിനു ശേഷം അതിനൊരു സമയം നോക്കി വെയിറ്റ് ചെയ്യാൻ. ഇപ്പൊ ബംഗ്ലാദേശിൽ അതിന് പറ്റിയ സമയമാണ്. അവിടെ സുസ്ഥിരമായിട്ടുള്ളൊരു സർക്കാരില്ല. അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു. അവിടെ വേറെ പല ആൾക്കാരും അതിനകത്ത് നുഴഞ്ഞു കയറി ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നു. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന വെള്ളരിപ്രാവ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇറക്കുന്ന പ്രസ്താവനകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും യവൻ വെള്ളരിപ്രാവൊന്നുമല്ല, യവൻ മഹാവിഷമാണെന്ന്. കാരണം ഇന്ത്യക്കെതിരെ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സൈന്യം എത്തുന്നത് എന്നാണ് പല ആൾക്കാരുടെയും നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം അതിന്റെ നടയടിയായിട്ട് മണിപ്പൂരിൽ സൈന്യം കയറി പിരിച്ചു മേഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ച ശേഷം വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനാണ് ശ്രമം നടത്തിയത്. പക്ഷേ അത് നടന്നില്ല. ഇനി മണിപ്പൂരിൽ ഗോത്ര വിഭാഗമാണ്, മാങ്ങാത്തുലിയാണ് എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കയറി അടിച്ചോ എന്ന് പറഞ്ഞു. മണിപ്പൂരിലെ
കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിലാണ് സുരക്ഷാ സേന തീവ്രവാദികളുമായിട്ട് ഏറ്റുമുട്ടൽ നടത്തിയത്. ഇനി തീവ്രവാദികളാണ്, അല്ലാതെ ഇനി മെയ്തി വിഭാഗം കുക്കി അങ്ങനെയൊന്നുമില്ല. ഇത് തീവ്രവാദമാണ്. ഈ തീവ്രവാദം, അതായത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, രാജ്യത്തിനകത്ത് മിസൈൽ തൊടുത്തുവിടുന്ന ആരുണ്ടെങ്കിലും അവർ തീവ്രവാദികളും ഭീകരവാദികളുമാണ്. അവർക്ക് ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാനൊന്നും പറ്റൂല എന്ന് കൃത്യമായിട്ടുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവിടെ കഴിഞ്ഞ ദിവസം സൈന്യം ആടിച്ചൊതുക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 ബങ്കറുകളാണ് തീവ്രവാദികളെ പൂർണ്ണമായിട്ടും സൈന്യം അവിടെ തകർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മു അൽ അസാങ് ഗ്രാമത്തിലെ 2 ബങ്കറുകളും ചുരാൻപൂരിലെ ലൈക്ക മുൽ അൽ സൗ ഗ്രാമത്തിലെ 1 ബങ്കറും തകർത്തു. ബിഷ്ണുപൂർ ACP ഉൾപ്പെടെ പോലീസ് സംഘങ്ങൾ പ്രദേശത്തെത്തുകയും തീവ്രവാദികളെന്ന് സംശയിക്കുന്നവർ വെടിയുതിർക്കുകയും ചെയ്തെങ്കിലും പോലീസ് സംഘം തിരിച്ചടിക്കുകയും ആക്രമണം ചെറുക്കുകയും ചെയ്തു. പോലീസ് തിരിച്ചടിച്ചു, ആക്രമണം ചെറുത്തു. പോരാത്തതിന് ബിഷ്ണുപൂരിൽ തീവ്രവാദികൾ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സേന തിരച്ചിൽ ശക്തമാക്കിയത്. തിരച്ചിൽ എന്ന് പറഞ്ഞാൽ കാടും മലയും എല്ലാം കയറിയും ഇറങ്ങിയുമുള്ള തിരച്ചിലാണ് സേന ശക്തമാക്കിയിരിക്കുന്നത്. മണിപ്പൂരിൽ അങ്ങനെ ശുദ്ധികലശം തുടങ്ങുന്നു എന്നതിന്റെ ശുഭ സൂചനയാണ് നമുക്ക് ആദ്യമായി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മിസൈൽ ആക്രമണത്തിൽ മരിച്ചത് അവിടെയുള്ള ഒരു പ്രശസ്ത ഹിന്ദു ആർക്കിടെക്റ്റ് ആണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ആ ആർക്കിടെക്റ്റ് മരിച്ചു കിടക്കുന്ന ഫോട്ടോ നമ്മുടെ രാജ്യം കണ്ട് വിറങ്ങലിച്ചതാണ്. ആ ആർക്കിടെക്റ്റ് തലയിൽ നിന്നും ചോരയൊലിച്ച് മരിച്ചു കിടക്കുന്ന ഫോട്ടോ എക്സ് പ്ലാറ്റ്ഫോമിലടക്കം വലിയ രീതിയിൽ ലോക രാജ്യങ്ങളിലെ പല ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇത്തരത്തിലൊരു നടപടി അപലപനീയമാണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ മണിപ്പൂരിൽ ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല, ഇനി കേറി അടി മാത്രമേ ഉള്ളൂ എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ അഗ്നി 4 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ആ മിസൈൽ പരീക്ഷണം വിജയവുമാണ്. അതിന്റെ ഏറ്റവും വലിയ സൂചന എന്ന് പറയുന്നത് ബംഗ്ലാദേശിനും പാകിസ്ഥാൻ അടക്കവും ആ സൂചന കൊടുത്തിട്ടുണ്ട്. ആ സൂചന എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇതുമുണ്ട്, ഇതിന്റെ അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്, വെറുതെ ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമ്മുടെ രജനീകാന്ത് കബാലിയിൽ പറയുന്നത് പോലെ தமிழ் படங்கள்ல மறைவு வச்சுக்கிட்டு மீசை முறுக்கிட்டு லுங்கியை கட்டிக்கிட்டு நம்பியாரு கபாலி அப்படி சொன்ன உடனே குனிஞ்சு சொல்லுங்க ஜமா அப்படி வந்து பாரு அந்த மாதிரி കബാലിന്ന് നിனைച്ചിയാടാ കബാലിഡ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും അഗ്രസീവായിട്ട് ഇടപെടുന്നു. നമ്മുടെ ഡിഫൻസ് മേഖല പോലും അഗ്രസീവായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ പോലും കവച്ചു വെക്കാനായിട്ട് നമ്മുടെ മിലിറ്ററി ഇൻഡസ്ട്രി ഇസ്രായേലിലേക്ക് പുഷ് ചെയ്ത് കയറുകയാണ്. നമ്മൾ അങ്ങനെ വലിയൊരു എക്കണോമിക് പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമുക്കുള്ളിൽ ആഭ്യന്തര ശത്രുക്കളായിട്ട് നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആര് വന്നാലും അടിച്ചല്ല ഇടിച്ചുറക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് പല ആൾക്കാരും പറയും എന്തിനാണ് ലോക രാജ്യങ്ങൾക്കൊക്കെ ഈ ന്യൂക്ലിയർ വെപ്പൺ, ലോക രാജ്യങ്ങൾക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള പവറുകൾ, എന്തിനാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എന്ന് APJ അബ്ദുൽ കലാമിനോട് ഒരിക്കലും ഒരാൾ ചോദിക്കും. അപ്പോൾ APJ അബ്ദുൽ കലാം പറയും ലോക രാജ്യങ്ങൾക്ക് എന്തിനാണ് ആയുധങ്ങൾ എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്. ആ ആയുധങ്ങൾ വേണം. കാരണം ഒരു രാജ്യത്തിന്റെ കൃത്യമായിട്ടുള്ള നടത്തിപ്പിന് എന്ത് വേണം? കൃത്യമായിട്ടുള്ള നടത്തിപ്പിനും ആ രാജ്യത്തിന്റെ വികസനത്തിനും ആ രാജ്യത്ത് സമാധാനം വേണം. ആ രാജ്യത്ത് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ആ രാജ്യത്ത് സമാധാനം വേണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായിട്ട് പണിയെടുക്കണം. ആ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായിട്ട് പണിയെടുക്കണമെങ്കിൽ ആ രാജ്യത്ത് റിസോഴ്സുകൾ ഉണ്ടാകണം. അത് ആ രാജ്യത്തിനെ അനുഭവിക്കാനുള്ള എന്തുണ്ടാകണം? അവസരങ്ങൾ ഉണ്ടാകണം. വേറെ രാജ്യങ്ങൾ വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ വേറെ രാജ്യങ്ങൾ വന്ന് കൊള്ളയടിച്ചു കൊണ്ട് പോകാതിരിക്കണമെങ്കിൽ ആ രാജ്യത്തിന് എന്ത് വേണം? ശക്തി വേണം, പവർ വേണം. പവർ, അങ്ങനെ പവർ വേണമെങ്കിൽ ആ രാജ്യത്തിന് എന്ത് വേണം? ആയുധങ്ങൾ വേണം. അതുകൊണ്ടാണ് നമുക്കെല്ലാം നമ്മുടെ പല രാജ്യങ്ങളും പല പല ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത്. ആ രാജ്യത്തിനെ പോയി ചൊറിയാൻ പോകുമ്പം അവന്റെ മനസ്സിൽ ഓർമ്മ വേണം, ഇതൊരു ന്യൂക്ലിയർ വെപ്പൺ ഉള്ള രാജ്യമാണ്, ചൊറിയാൻ നിൽക്കേണ്ട. അവന്മാര് കാലക്കേടിന് വല്ലതും എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു 100 വർഷം പിറകിലോട്ട് പോവേണ്ടി വരും എന്ന് അവന്മാർക്ക് കൃത്യമായിട്ടുള്ള ബോധം വേണം. പക്ഷെ ആരും അങ്ങനെ പ്രയോഗിക്കില്ല. ഇതൊക്കെ വെറുതെ ഷോ ഓഫിന് വെച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ആകപ്പാടെ ന്യൂക്ലിയർ വെപ്പൺ നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് പ്രയോഗിച്ചത് നമുക്ക് മനസ്സിലാവും. ഗംഭീരം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, എങ്കിൽ ഞാൻ പറയുകയാണ്, അത് ഹിറോഷിമ നാഗസാക്കിയിലാണ് അത് പ്രയോഗിച്ചത്. അറിയാലോ, പേൾ ഹാർബർ എന്ന് പറയുന്ന അവരുടെ അമേരിക്കയുടെ ആ തുറമുഖം വലിയ രീതിയിൽ ജപ്പാൻ അറ്റാക്ക് ചെയ്തതിന്റെ പിറകിലാണ് ജപ്പാന് നേരെ ഹിറോഷിമ നാഗസാക്കിയിൽ അമേരിക്ക അത് പ്രയോഗിച്ചത്. പക്ഷെ അമേരിക്കയ്ക്ക് അത് പ്രയോഗിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലായിരുന്നു. കാരണം ലോക രാജ്യങ്ങളെല്ലാം 2ാം ലോക മഹായുദ്ധം നിന്ന് കഴിഞ്ഞ ശേഷം ജപ്പാൻ സകലതും മുടിഞ്ഞു മുച്ചൂടും പണ്ടാരം അടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നടുവൊടിഞ്ഞ ജപ്പാന്റെ മുകളിൽ കൂടെയാണ് അമേരിക്ക
പേൾ ഹാർബർ പ്രതികാരം എന്ന രീതിയിൽ ഹിറോഷിമയിൽ കൊണ്ട് ഈ ആറ്റം ബോംബ് പ്രയോഗം നടത്തിയത്. അത് അമേരിക്കയുടെ ഒരു ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു നടപടിയായിരുന്നു. പക്ഷേ അമേരിക്ക ആ ആറ്റം ബോംബ് പ്രയോഗത്തിലൂടെ ലോകരാജ്യങ്ങളെ ഇന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ അടിച്ച അടി, അത് ലോകരാജ്യങ്ങളുടെ എല്ലാം തലയിൽ ഇപ്പോഴും വലിയൊരു വാള് പോലെ നിന്ന് കറങ്ങുന്നുണ്ട്. അമേരിക്കയ്ക്ക് അതിനൊന്നും മടിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ കവച്ചു വെച്ച് റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.